ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരസഭ സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് ഉദ്ഘാടനം കൗൺസിൽ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സാന്ത്വന പരിചരണത്തിന് പുറമെ ഇനി കൂടുതൽ സൗകര്യങ്ങളാകും സെക്കൻഡറി യൂണിറ്റിലൂടെ ലഭിക്കുക. നമുക്കിനി മൊബൈൽ യൂണിറ്റ് പുറത്ത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ ഫിസിയോതെറാപ്പി യൂണിറ്റ് ആരംഭിക്കേണ്ടതുണ്ട്. അതിന്റെ കെട്ടിട സൗകര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി പ്രവൃത്തി നടത്താനോ ഇവരുടെ 28-ാം തീയതി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി ആ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെ കുറിച്ച് കൂടി തീരുമാനിക്കും. ഒരു മാസത്തിനകം നമുക്ക് ആ ഫിസിയോതെറാപ്പി യൂണിറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ മേഖലയിൽ നടന്ന ചൂഷണം, സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ കഴിയുന്നു, വലിയ കാശ് കൊടുത്ത് ചെയ്യേണ്ടി വരും. അവിടെ പോകാൻ കഴിയാത്തവരുടെ കാര്യം പ്രയാസകരമാണ്. നമുക്ക് സർക്കാരിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന യൂണിറ്റ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ആശ്വാസം എത്താൻ കഴിയും. ഇപ്പോ ഏത് തരത്തിലുള്ള അസുഖങ്ങൾ വന്നിട്ടാകുമ്പോൾ ഫിസിയോതെറാപ്പി കൂടി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. നിലവിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് യൂണിറ്റ് വഴി സാന്ത്വന പരിചരണവും മറ്റുമാണ് ലഭിക്കുന്നത്. എന്നാൽ സെക്കൻഡറി യൂണിറ്റ് കൂടെ ആരംഭിച്ചതോടെ കൂടുതൽ സൗകര്യങ്ങളാകും പാലിയേറ്റീവ് യൂണിറ്റിലൂടെ ലഭിക്കുക. കിടപ്പിലായ രോഗികൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ്, നഴ്സ് എന്നിവരുടെ സേവനവും സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിലൂടെ ലഭ്യമാകും. നഗരസഭാ പരിസരത്ത് നടന്ന ചടങ്ങിൽ സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിന്റെ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. ചെയർമാൻ എൻ ഷാജിത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത അധ്യക്ഷയായി. മട്ടന്നൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമ, കൗൺസിലർമാരായ കെ മജീദ്, പി ശ്രീനാഥ്, കെ രാഘവൻ, വി എൻ മുഹമ്മദ്, എ മധുസൂദനൻ, വാഹിദ, ക്ലീൻ സിറ്റി മാനേജർ കുഞ്ഞിരാമൻ, അമ്മ പ്രകാശൻ, നീതു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. നിലവിൽ 272 പേർക്കാണ് നഗരസഭയുടെ പാലിയേറ്റീവ് യൂണിറ്റ് സ്വാന്തനമാകുന്നത്. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.